ഫലസ്തീനിലെ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ UN ഏർപ്പെടുത്തിയ സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ നമ്മുടെ ഇന്ത്യക്കാരനായ ശ്രീനിവാസൻ മുരളീധരൻ, അതെ, നമ്മുടെ മുൻ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ഇദ്ദേഹം, ഡൽഹിയിലും ഒറീസയിലുമെല്ലാം. ഇദ്ദേഹം 2025 ഇദ്ദേഹം UN കമ്മീഷൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ ഫലസ്തീനിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആദ്യം തന്നെ നമുക്ക് കേൾക്കാം. Breastfeeding baby was shot by a quadcopter through the head, and the baby now suffers a permanent paralysis. I must share with all of you that apart from the sources that we've quoted in the report, we also conducted oral hearings after we arrived here in Geneva this time. And 3 of the doctors who were involved in treatment of children in Gaza spoke to us. And they confirmed what the report has found on the basis of available material, that the gunshot wounds were specifically directed at the head and the neck to cause maximum damage. In one instance, a breastfeeding baby was shot by a quadcopter through the head, and the baby now suffers a permanent paralysis. So there have been all these instances quoted in the report of specific targeting of children. Quadcopters, as all of you are aware, has thermal imaging. ക്വാഡ്കോപ്റ്റർ ഉപയോഗിച്ച് നടത്തിയ അതിക്രൂരമായ ഇസ്രായേൽ എന്ന നരാധമന്മാർ ഫലസ്തീനിൽ നടത്തിയ ക്രൂരമായ കൊലപാതക പരമ്പരകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ത്യക്കാരനായ ശ്രീനിവാസൻ മുരളീധരൻ പുറത്തിടുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതെ, മനുഷ്യ മനസ്സുകളെല്ലാം ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കുന്ന സമയമാണ്. കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പൂർണ്ണമായി വീഡിയോ നൽകുന്നുണ്ട്, നിങ്ങൾ കേട്ടു നോക്കും. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഇസ്രായേലി സൈനികർ പറയുകയാണ്, ഞങ്ങൾക്ക് അർദ്ധനഗ്നരായി ഏതെങ്കിലും ഒരു റൂമിലിരുന്നു കൊണ്ട് കൃത്യമായി ഫലസ്തീനികളെ കൊന്നൊടുക്കാൻ കഴിയുമായിരുന്നു. അതെ, ഞങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് കൃത്യമായി കുട്ടികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇൻഫ്രാറെഡ് ക്യാമറകളുള്ള ഞങ്ങളുടെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി സ്പെസിഫൈ ചെയ്ത് ഞങ്ങൾ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് അവരുടെ തലയ്ക്കും നെക്കിനും വെടിയുതിർത്ത് അവരെ ഞങ്ങൾ കൊന്നുകളയുകയാണ് ചെയ്തത്. അത് ഇദ്ദേഹം പറയുന്നുണ്ട്, ഒരു മുലയൂട്ടിക്കൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെ തലയ്ക്ക് കൃത്യമായി ഡ്രോൺ വെടിയുതിർത്തു എന്ന്. അത്രമാത്രം ആ കുട്ടി പാരലൈസായി പോവുകയും ചെയ്തു. അങ്ങനെ അതിക്രൂരമായാണ് ഇസ്രായേൽ എന്ന